ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളി സേഫ്റ്റി ഗുരു. മലയാളി സേഫ്റ്റി ഗുരുവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡൗൺ സ്ട്രീം പ്രോസസ്സിനെ കുറിച്ചാണ്. എന്താണ് ഡൗൺ സ്ട്രീം, എന്തൊക്കെ പ്രോസസ്സാണ് അതിൽ നടക്കുന്നത് എന്നിവയെല്ലാം നമുക്ക് കാണാം. കഴിഞ്ഞ 3 വീഡിയോകളിലായി എന്താണ് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി, അവിടെ നടക്കുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, അതിൽ തന്നെ അപ്സ്ട്രീം പ്രോസസ്, മിഡ് സ്ട്രീം പ്രോസസ് ഇവയെല്ലാം ഡീറ്റെയിൽ ആയി നമ്മൾ കണ്ടിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, കണ്ടു നോക്കൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡൗൺ സ്ട്രീം പ്രോസസ്സിനെ കുറിച്ചാണ്. എന്താണ് ഡൗൺ സ്ട്രീം, എന്തൊക്കെ പ്രോസസ്സാണ് അതിൽ നടക്കുന്നത് എന്നിവയെല്ലാം നമുക്ക് കാണാം. ഓയിൽ ആൻഡ് ഗ്യാസിനെ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഡൗൺ സ്ട്രീമിൽ നടക്കുന്നത്. ഉദാഹരണത്തിന് ക്രൂഡ് ഓയിലിനെ റിഫൈൻ ചെയ്ത് പെട്രോൾ, ഡീസൽ, നാച്ചുറൽ ഗ്യാസ് ലിക്വിഡ്സ് തുടങ്ങി മറ്റു പല എനർജി സോഴ്സസ് ആയി റിഫൈൻ ചെയ്തെടുക്കുന്നു. ഡൗൺ സ്ട്രീം മേഖലയിലെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്ന കമ്പനികളാണ് ഉപഭോക്താക്കൾക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥാപനങ്ങൾ. അതായത് ഉപഭോക്താക്കൾക്ക് ഏറ്റവും ആവശ്യകരമായ പ്രോഡക്ട്സ് ലഭിക്കുന്നത് ഡൗൺ സ്ട്രീമിൽ നിന്നുമാണ്. ഉദാഹരണത്തിന് പെട്രോൾ, നാച്ചുറൽ ഗ്യാസ്, സിന്തറ്റിക് റബ്ബർ, പ്ലാസ്റ്റിക്, ലൂബ്രിക്കൻസ് തുടങ്ങി ഒട്ടനവധി പ്രോഡക്ട്സ് നമുക്ക് ഡൗൺ സ്ട്രീമിൽ നിന്ന് ലഭിക്കുന്നു. സമ്പദ് വ്യവസ്ഥയുടെ മറ്റു മേഖലകളിലും വ്യവസായങ്ങളിലും മെഡിക്കൽ മേഖലകളിലും ഡൗൺ സ്ട്രീം പ്രോസസ് ഒരു പ്രധാന പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. മെഡിക്കൽ പ്രൊഫഷണൽസിന് ആവശ്യമായതും ഉപയോഗിക്കുന്നതുമായ ചില ഉൽപ്പന്നങ്ങളിലും ഉപകരണങ്ങളിലും ഡൗൺ സ്ട്രീം പ്രോസസ് വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുപോലെ കാർഷിക മേഖലയിലും കീടനാശിനികളുമായും രാസവളങ്ങളുമായും കാർഷിക ഉപകരണങ്ങൾക്ക് ആവശ്യമായ ഇന്ധനവുമായുള്ള ബന്ധം കാരണം കാർഷിക മേഖലയിൽ ഡൗൺ സ്ട്രീം ഒരു പ്രധാന പങ്ക് തന്നെ വഹിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഡൗൺ സ്ട്രീം ഓപ്പറേഷൻസ് അപ്സ്ട്രീം, മിഡ് സ്ട്രീം പ്രോസസ്സുകൾക്ക് ശേഷം പ്രൊഡക്ഷൻ ഫേസ് വരെ നടക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ്. ഒന്നുകൂടി നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയെ നമുക്ക് 3ആയി തിരിക്കാം: അപ്സ്ട്രീം, മിഡ് സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം. അപ്സ്ട്രീം എന്നാൽ ക്രൂഡ് ഓയിൽ എക്സ്പ്ലോറേഷൻ ആൻഡ് എക്സ്ട്രാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. മിഡ് സ്ട്രീമിലാണെങ്കിലോ ഈ എക്സ്ട്രാക്ട് ചെയ്ത് റിഫൈൻ ചെയ്ത ക്രൂഡ് ഓയിലിനെ ട്രാൻസ്പോർട്ട് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഡൗൺ സ്ട്രീമിൽ റിഫൈനിങ് ആണ് നടക്കുന്നത്. ക്രൂഡ് ഓയിലിനെ പല പ്രോഡക്ട്സ് ആയി റിഫൈൻ ചെയ്തെടുക്കുന്നു. ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഈ പ്രോസസ്സുകളെല്ലാം എല്ലാവർക്കും നല്ലോണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തെല്ലാം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഒരു ഹ്യൂജ് ഇൻഡസ്ട്രിയിൽ ഉള്ളത് എന്ന് കാണാം. Thank you for watching Malayali Safety Guru.